മലയാളികൾക്ക് ഏറെ പ്രതീക്ഷയുള്ള സംവിധായകരാണ് സിദ്ദിഖും ലാലും. ഇരുവരും ഒന്നിക്കുന്ന സിനിമകൾ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. മുകേഷ്, ജഗദീഷ്, സിദ്ദിഖ്, അശോകൻ എന്നിവരെ നായകന്മാരാക്കി ഈ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ കോമഡി ചിത്രമാണ് ഇൻ ഹരിഹർ നഗർ. 1990-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 4ാമത്തെ മലയാളി ചിത്രമായിരുന്നു അത്. കാൻ ചാനൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇൻ ഹരിഹർ നഗർ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ അശോകൻ. സിനിമ സൂപ്പർ ഹിറ്റാകുമെന്ന് വിചാരിച്ചിരുന്നില്ലെന്നും സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ മാത്രമാണ് പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ എന്നുമാണ് താരം പറയുന്നത്. ഞങ്ങളുടെ ഇൻ ഹരിഹർ നഗർ എന്ന സിനിമ സത്യത്തിൽ ഇത്രയും സൂപ്പർ ഹിറ്റ് ആകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എനിക്ക് പടം നന്നായി കളക്ട് ചെയ്യുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. സിദ്ദിഖ് ലാലിൻ്റെ തന്നെ റാംജി റാവു എന്ന സിനിമ റിലീസായതിനു ശേഷം വന്നതായിരുന്നു ഇൻ ഹരിഹർ നഗർ. ആ സിനിമ നേടിയത് വളരെ വലിയ കളക്ഷനായിരുന്നു. അവരുടെ സിനിമ ആയതുകൊണ്ട് നമ്മളുടെ സിനിമയും വിജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. നമ്മുടെ മലയാള സിനിമാ മേഖലയിൽ പുതിയ ട്രെൻഡ് സെറ്റ് കൊണ്ടുവന്നവരാണ് സിദ്ദിഖ് ലാൽ. രണ്ടുപേർ ഒരുമിച്ച് സംവിധാനം ചെയ്യുക എന്ന രീതി പണ്ടുമുണ്ടായിരുന്നു. ആ കാര്യം കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് സിദ്ദിഖ് ലാൽ വന്നപ്പോഴാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവർ ഇരുവരും നന്നായി മിമിക്രി ചെയ്യുന്ന കലാകാരന്മാർ കൂടിയാണെന്ന് പലർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. റാംജി റാവു സ്പീക്കിംഗ് എന്ന ഒരു സിനിമയിലൂടെ തന്നെ അവർക്ക് കോമഡിയെ വ്യത്യസ്തമായ തലത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അവരിൽ നല്ല പ്രതീക്ഷ വരാൻ ഇത് കാരണമായിട്ടുണ്ട്. കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ ഇഷ്ടപ്പെടുന്ന സിനിമയാണ് സിദ്ദിഖ് ലാലിൻ്റേത്. കാരണം അവരുടെ സ്ക്രിപ്റ്റിംഗ് പോലും ആ രീതിയിൽ ഉള്ളതാണ്. ഏതു പ്രായത്തിലുള്ളവരെയും കയ്യിലെടുക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അവരുടെ സിനിമയിലെ ഒരു സീൻ പോലും നമുക്ക് അരോചകമാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. അത്രമാത്രം പഠിച്ചിട്ടാണ് അവർ സ്ക്രിപ്റ്റ് കൺഫേം ചെയ്യുന്നത്. അതിൻ്റെ ശക്തി അവരുടെ സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്, അശോകൻ പറഞ്ഞു.